എൻ്റെ പേര് പ്രിൻസി. ഞാനിപ്പം UK നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. ഞാൻ 2021 ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ എനിക്ക് OET കിട്ടിയതിനെക്കുറിച്ച് ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പം മാതാവ് എനിക്ക് അതിലുപരിയായി തന്നൊരു വലിയ നേട്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തിപ്പം നിൽക്കുന്നത്. എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിനും കുഞ്ഞിനും UK തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാനൊരു GNM നേഴ്സാണ്. അപ്പം അത് നോർമലി GNM നേഴ്സിന് ഓസ്ട്രേലിയയിൽ പോകാൻ ചാൻസ് കുറവാണ്. അപ്പം ഞാനൊരു കുറേ ഏജൻസികളെയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അത് സാധിക്കുകയില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് വഴി വേറൊരു ഏജൻസിയിൽ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ എനിക്ക് അവർ പറഞ്ഞു അവർക്ക് പെർമനൻറ്റ് റെസിഡൻസി തരാൻ അവർക്കൊരു ഓപ്ഷനില്ല. കാരണം എൻ്റെ പോയിൻ്റ് ബേസിൽ എനിക്കത് കിട്ടത്തില്ല. കാരണം ഏജ് ഉണ്ട്, GNM ആണ്. അങ്ങനെ അവർക്ക് അത് തരാനുള്ള ഓപ്ഷനില്ല. പ്രിൻസിക്ക് രജിസ്ട്രേഷനും സ്കിൽ അസസ്മെൻറ്റിനും ഒക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ പ്രിൻസി സ്വന്തമായിട്ട് ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ചാൽ അതിനൊരു ഓപ്ഷനുണ്ട്, വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. മാതാവ്, എനിക്ക് ഇനിയൊരു 2-3 വർഷം കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു ചിന്തിക്കാനൊരു ഓപ്ഷനില്ല. കാരണം ഏജ് കൂടുതലായാൽ 45 വയസ്സ് കഴിഞ്ഞാൽ അവിടെ പെർമനൻറ്റ് റെസിഡൻസിക്ക് തരത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാനിത് തുടങ്ങാൻ പോകുക നിന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട്. എനിക്കിത് തുടങ്ങി തീരുമ്പം എനിക്കിത് എൻ്റെ പെർമനൻറ്റ് റെസിഡൻസി നീ തരണം. അങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. രജിസ്ട്രേഷൻ വലിയ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കിൽ അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രീവിയസ് എംപ്ലോയറുടെ കയ്യിൽ നിന്നെല്ലാം നമ്മൾ റെഫറൻസ് മേടിക്കണം. ആ റെഫറൻസ് നമ്മൾ കൊടുത്ത്, അപ്പം റെഫറൻസ് മേടിക്കണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത കേരളത്തിലെ തന്നെ കുറച്ച് ഹോസ്പിറ്റൽ ഓൾറെഡി അവർ ക്ലോസ് ചെയ്ത് അത് അവർ ലീസിന് പോയി. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ആ പേരിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റലുകളില്ല. അപ്പോൾ എനിക്ക് അവിടെ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് റെഫറൻസ് മേടിക്കാൻ ഒരു ഓപ്ഷനില്ല. പിന്നെ അപ്പം ഞാൻ ഈ കാര്യം ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ മാനേജറെ വിളിച്ച്, സാറ് US സാറിനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയ മൈഗ്രേഷന് വേണ്ടിയിട്ട്. സാർ, എനിക്കറിയാം സാർ ഇപ്പോൾ ഹോസ്പിറ്റലില്ല. അപ്പം എനിക്ക് എങ്ങനെയായാലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഹോസ്പിറ്റലിൻ്റെ ലെറ്റർ ഹെഡിൽ ഹോസ്പിറ്റൽ സീലോട് കൂടി വേണം ഈ റെഫറൻസുകളെല്ലാം പോകണമെങ്കിൽ. അതും സാലറി സ്ലിപ്പും വേണം. 2016-17 വർഷങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തെടുത്ത സാലറി സ്ലിപ്പും ഈ റെഫറൻസൊക്കെയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ഈ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട്, ഇങ്ങനെ എൻ്റെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുറിയുടെ മാതാവിൻ്റെ ഈ രൂപത്തിൻ്റെ താഴെ ഞാനിങ്ങനെ എഴുതി വെക്കും, എൻ്റെ സാലറി സ്ലിപ്പ്, എൻ്റെ റെഫറൻസ്. മാതാവ്, ഇതെനിക്ക് എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും എനിക്കത് കൊണ്ട് തരണം. അവരൊരു കട്ട് ഓഫ് ടൈം നമുക്ക് പറയും. ആ കട്ട് ഓഫ് ടൈമിനകത്ത് വേണം ഇതെല്ലാം കിട്ടാൻ. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, എൻ്റെ അക്കൗണ്ടൻറ്റ് കേരളത്തിലുണ്ട്. അപ്പം പ്രിൻസി അക്കൗണ്ടൻറ്റിനെ വിളിച്ചൊന്ന് അന്വേഷിച്ച് നോക്ക്, അവന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ സൈൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ അക്കൗണ്ടൻറ്റ് സാറിനെ വിളിച്ചു. അപ്പം സാറ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പം പഴയ ലെറ്റർ ഹെഡ് ഒന്നുമില്ല, ഞാൻ ആ ഒരു മോഡലിൽ ഉണ്ടാക്കി എനിക്ക് സാറിന് അയച്ചു കൊടുക്കാം. സാർ അത് തരുവാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അതുപോലെ സാലറി സ്ലിപ്പും എല്ലാം അതുപോലെ എനിക്ക് ആ കട്ട് ഓഫ് ടൈമിനും അകത്ത് ലീസിന് കൊടുത്ത ഹോസ്പിറ്റൽ ഇല്ലാത്തടത്തുനിന്ന് എനിക്ക് മാതാവ് തന്നു. അങ്ങനെ എൻ്റെ സ്കിൽ അസസ്മെൻറ്റ് എല്ലാം പൂർത്തിയായി. അത് 2016 ഹോസ്പിറ്റലാണ്. ഇപ്പം 2023 അതുപോലെ വേറെ ഹോസ്പിറ്റൽ 2016-17 2 വർഷത്തെ ഹോസ്പിറ്റലുകളിൽ നിന്ന് എനിക്ക് വേണമായിരുന്നു. കാരണം ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഒരു സാറ് റെഫറൻസ് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏജൻസി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ തരത്തില്ല എന്ന് പറയുന്നിടത്ത് പ്രിൻസി ചോദിക്കാൻ നിൽക്കരുത്. കാരണം ഇത് അവർ ഡയറക്റ്റ് ഹോസ്പിറ്റലിന് അയക്കും. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പ്രിൻസിനെ അവർ നെഗറ്റീവ് ചെയ്ത് പ്രിൻസിക്ക് അത് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവർ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, 5 വർഷത്തിനുള്ളിൽ അവിടെ ഗ്യാപ്പ് കാണിച്ചാൽ മതി. 5 വർഷത്തിനുള്ളിൽ 3 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ റെഫറൻസ് ഉണ്ടെങ്കിൽ പ്രിൻസിക്ക് പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ് കിട്ടും. ആ സ്കിൽ അസസ്മെൻ്റ് ഉണ്ടെങ്കിൽ പ്രിൻസിക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് പോസിറ്റീവ് ഇന്ന സ്ഥലത്തുനിന്നുള്ളതൊന്നും കിട്ടത്തില്ലെങ്കിൽ പോലും പോസിറ്റീവ് സ്കിൽ അസസ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സ് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ തരാത്തവരുടെ അടുത്ത് പോകാൻ നിന്നില്ല. മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് 2016, 2017 വർഷങ്ങളിലേത് എനിക്ക് ഈ റെഫറൻസും സാലറി സ്ലിപ്പും എല്ലാം കിട്ടി. അങ്ങനെ എൻ്റെ ആൻമാർക്ക് എന്ന സ്കിൽ അസസ്മെൻറ്റ് പൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് എനിക്കൊരു PR തരുന്ന ഒരു എംപ്ലോയറെ കണ്ടെത്തുക എന്നതായിരുന്നു. സാധാരണയായിട്ട് അത് കൂടുതൽ ഈ എംപ്ലോയർ PR കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഒരു റീജിയണൽ ഏരിയ, അതായത് ഒത്തിരി റൂറൽ ഏരിയ ആയിരിക്കും, ഭയങ്കര കോൾഡായിരിക്കും. ഞാൻ കോൾഡ് ഭയന്നിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട് വഴി എനിക്കൊരു റിക്രൂട്ടറെ കിട്ടി, അങ്ങനെ ആ ഏജൻറ്റിനെ കിട്ടി. ആ ഏജൻറ്റുമായിട്ട് ഞാൻ വിളിച്ചപ്പം അവർക്ക് ഞാൻ അറിഞ്ഞ 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് ഞാൻ താമസിക്കുന്നതിൽ നിന്ന് ഒരു 5 മണിക്കൂർ ദൂരത്തിൽ അവർ ഇൻ്റർവ്യൂ, അതായത് ഓൺസൈറ്റ് ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി അന്നേരം നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. മാം, എനിക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ഷിഫ്റ്റ് ഈ ഒരു ദിവസം കൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പം എനിക്കൊരു ടീംസ് വീഡിയോ കോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങളൊരു അറേഞ്ച്മെൻറ്റ് നടത്തുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അവരത് സമ്മതിച്ചു. ഞാൻ നൈറ്റ് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിനിരിക്കുമ്പം നമ്മുടെ ക്യാമറ ഓൺ ആകണം, അവരുടേതും ക്യാമറ നമ്മൾ കണ്ടുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് IT ആണ്. അപ്പം രൂപപ്പെട്ട IT-യിലെ പരിപാടികളെല്ലാം അറിയാം. എൻ്റെ ക്യാമറ ഞാൻ ടീംസ് മീറ്റിങ്ങിനിരുന്നു, ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരുന്നു. അപ്പം എൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ ക്യാമറ ഓണാണ്. പക്ഷേ അവർ അവിടുന്ന് പറയുന്നു പ്രിൻസിയുടെ ക്യാമറ ഓഫാണ്, ഞങ്ങൾക്ക് പ്രിൻസിനെ കാണാൻ പറ്റുന്നില്ല എന്ന്. എൻ്റെ ഹസ്ബൻഡ് നോക്കി 2-3 പ്രാവശ്യം, ഞാനും അവിടെ നിന്നെല്ലാം എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പ്രിൻസി പാനിക്കാകണ്ട, എനിക്ക് വോയിസ് ക്ലിയർ ആണ്, എനിവേ നമുക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അതിൻ്റെ എൻഡിൽ ഞാൻ അവരോട് പറഞ്ഞു, ശരിക്കും സോറി, എനിക്കത് ഞാനിവിടുന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്നതിനിടയ്ക്ക് ഇത് എങ്ങനെയും ഒന്ന് ഓണാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, അത് എനിക്ക് പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞ് അവരോട് സോറി പറഞ്ഞ് ഞാൻ ആ ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചു. അന്ന് വൈകുന്നേരം ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞ് അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ തന്നു. അത് ഏറ്റവും നല്ലൊരു സ്ഥലത്ത്, അതായത് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, ഒരുപാട് തണുപ്പുമല്ല ഒരുപാട് ചൂടുമല്ലാത്ത നല്ലൊരു ഏരിയയിൽ എൻ്റെ ഹസ്ബൻഡിന് വർക്ക് ചെയ്യാൻ ഓപ്ഷനുള്ളൊരു സ്ഥലത്ത് തന്നെ മാതാവ് എനിക്ക് അവരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ പാസ്സായി. PR അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 1 month റീലൊക്കേഷൻ അക്കോമഡേഷനും എല്ലാമായിട്ട് നല്ലൊരു റീലൊക്കേഷൻ പാക്കേജുമായിട്ട് അവരെനിക്ക് ഇൻ്റർവ്യൂവിൽ ഓഫർ ലെറ്റർ തന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് എൻ്റെ വിസ ഗ്രാൻഡ് ആകുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ വിസയ്ക്ക് വെച്ചത് ഒരു ഫ്രൈഡേ ഈവനിങ് 6:30 ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് സാറ്റർഡേ മോർണിംഗിൽ എനിക്ക് മെഡിക്കൽ ചെയ്യാനുള്ള, സാധാരണ ഫ്രൈഡേ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് അടുത്ത മൺഡേയിലേക്കേ വരത്തുള്ളൂ. അപ്പം സാറ്റർഡേ മോർണിംഗിൽ എനിക്ക് മെഡിക്കലിന് പോകാനുള്ള ഹാഫ് ID എന്ന് പറയുന്നൊരു നമുക്കൊരു റെഫറൻസ് നമ്പർ അവർ തരും. അതെനിക്ക് രാവിലെ 5:30 ആയപ്പം എൻ്റെ മെയിലിൽ വന്നു. ഞാൻ സാറ്റർഡേ സൺഡേ അല്ലേ, നമുക്ക് എവിടെയും കാണത്തില്ല എന്ന് പറഞ്ഞു. എവിടെയും മെഡിക്കൽ എടുക്കാനുള്ള അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ 2-3 അപ്പോയിൻമെൻ്റ് ഉള്ളിടത്ത് കിട്ടിയ നമ്പറുകളിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പം അവർക്ക് 1 month കഴിഞ്ഞിട്ടേ അവർക്ക് ശരിക്കും അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഉള്ളൂ. ഞാനൊരു ഓൺലൈൻ സൈറ്റിൽ കണ്ടപ്പം ഒരു 3 days, അതായത് ഞാൻ ശനിയാഴ്ച ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു, നെക്സ്റ്റ് ബുധനാഴ്ച എനിക്കൊരു ഓൺലൈനിൽ ഞാൻ ആപ്ലിക്കേഷൻ ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ സെൻറ്ററിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ മെഡിക്കൽ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തു. സൺഡേ മോർണിംഗിൽ ആ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് അവിടെ ഒരു ഡോക്ടർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പ്രിൻസി, നിങ്ങൾ 4 പേരുണ്ട് ഞങ്ങൾ. അപ്പം 4 പേർക്ക് 4 സമയമാണ് കിട്ടിയത്. ഒരാൾക്ക് 10:30, അതുപോലെ അങ്ങനെ ലാസ്റ്റ് 3:30ക്കാണ് ലാസ്റ്റ് മെഡിക്കൽ തീരുന്നത്. അപ്പം 4 സമയത്തല്ലാതെ ഞാൻ മോർണിംഗിൽ തന്നെ എല്ലാവരുടെയും ചെയ്യാം, നിങ്ങളൊരു ഫാമിലി എന്നുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ അവിടെ നിന്ന് തന്നെ ആ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് സൺഡേ വിളിക്കുന്നു. ആക്ച്വലി സൺഡേ സാറ്റർഡേ ഒരിടത്തും വർക്കിംഗ് അല്ല, എന്നെ അവിടെ നിന്ന് സൺഡേ വിളിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നോക്കുമ്പം മൺഡേ 2 പേർക്കുള്ള അപ്പോയിൻമെൻറ്റ് അവിടെ കിടപ്പുണ്ട്. ആ ഫോൺ അങ്ങനെ വെച്ചു. ആ സാറിനോട് ഞങ്ങളെ ഓക്കെ യെസ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പം ഹസ്ബൻഡ് നോക്കിയപ്പം 2 പേർക്കുള്ള അപ്പോയിൻമെൻറ്റ് കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ വീണ്ടും സാറിനെ തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മൺഡേയിലേക്ക് 2 പേർക്കുള്ളതുണ്ട്, അപ്പം മൺഡേയിലേക്ക് ഞങ്ങൾക്ക് 4 പേർക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം സാറ് പറഞ്ഞു ഓക്കെ നിങ്ങൾ രാവിലെ പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മെഡിക്കൽ ബുധനാഴ്ച എന്നുള്ളത് മാതാവ് തിങ്കളാഴ്ചത്തേക്കാക്കി തന്നു.
ആ തിങ്കളാഴ്ച കഴിഞ്ഞ് സാധാരണ മെഡിക്കൽ കിട്ടി എല്ലാം ക്ലിയർ ആകണമെങ്കിൽ മിനിമം 2 വീക്സ് എടുക്കും. പക്ഷേ ഞങ്ങൾ വീട്ടിൽ വന്നു. നെക്സ്റ്റ് ട്യൂസ്ഡേ എൻ്റെ ഹസ്ബൻഡിൻ്റെയും മക്കളുടേതും മെഡിക്കൽ ക്ലിയറായി എന്ന് പറഞ്ഞു വന്നു. വെനസ്ഡേ കഴിഞ്ഞ് തേഴ്സ്ഡേ എൻ്റെ മെഡിക്കൽ ക്ലിയറായിട്ട് വന്നു പറഞ്ഞു. ഫ്രൈഡേ രാവിലെ 5:15 ആയപ്പം എൻ്റെ വിസ എൻ്റെ ഫാമിലിയോടുള്ള PR വിസ ഗ്രാൻഡ് ആയെന്ന് പറഞ്ഞു വന്നു. ആക്ച്വലി 2.5-3 മാസത്തോളം എടുക്കും ഈ വിസ ഗ്രാൻഡാകാൻ. ഈ ഒരു 6 ദിവസത്തിനെങ്കിൽ അമ്മ മാതാവിനല്ലാതെ ഇതൊന്നും ഗ്രാൻഡാക്കി തരാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പം ഞാൻ എൻ്റെ ലോക്കറ്റ് എൻ്റെ കഴുത്തേലാണ് എപ്പോഴും ഇടുന്നത്. അപ്പം ആ ലാപ്ടോപ്പിൽ അമ്മ മാതാവിൻ്റെ ലോക്കറ്റ് വെച്ചിട്ട് ഒരു കുരിശ് വരച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് ഈ അടുത്ത തണുപ്പാകുന്നതിന് മുമ്പ് എനിക്കിത് ഗ്രാൻഡാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനത് സബ്മിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് മാതാവ് നവംബർ 27 അവിടെ ജോയിൻ ചെയ്യാൻ എനിക്ക് അമ്മ മാതാവ് വഴിയൊരുക്കി തന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ കുടുംബം അടക്കം നവംബർ 25 ഓസ്ട്രേലിയയിലേക്ക് PR ആയിട്ട് പോവുകയാണ്. അമ്മ മാതാവിനല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടത്തി തരാൻ ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തത് 10 മാസം കഷ്ടിയെടുത്തതേ ഉള്ളൂ. ഈ എൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂവും ഇത്രയും PR പെർമനൻ്റ് റെസിഡൻസിയോടുകൂടി പോകാൻ പറ്റിയത് അമ്മ മാതാവും തിരുക്കുമാരനിൽ നിന്ന് എനിക്കത് മേടിച്ചു തന്നതാണ്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വിസ കഴിഞ്ഞപ്പോൾ ജോയിനിങ് ഡേറ്റിന് മുമ്പ് ഞാൻ എൻ്റെ കറണ്ട് എംപ്ലോയറുടെ അടുത്ത് ഞാൻ റെസിഗ്നേഷൻ കൊടുക്കണം. അതെനിക്ക് 8 വീക്സാണ് ഞങ്ങളുടെ കറണ്ട് എംപ്ലോയറുടെ അടുത്ത് കൊടുക്കാനുള്ള ടൈം. അപ്പം എനിക്ക് ഈ നവംബർ 27 അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 1 മന്തേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ എംപ്ലോയറുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഇത്രയും ടൈമേ ഉള്ളൂ, അപ്പം ഞാൻ എന്തുവാ ചെയ്യാൻ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിൻസി നോർമലി 8 വീക്സാണ്, അപ്പം വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സംസാരിക്കട്ടെ, എനിക്ക് തിരിച്ച് മറുപടി തരാമെന്ന് പറഞ്ഞ ദിവസം ഞാൻ നെക്സ്റ്റ് ഡേയിൽ പോയപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ കയറുന്നതിന് മുമ്പ് ഈ അതായത് ചുവരിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ഈ കതകിൻ്റെയൊക്കെ സൈഡിൽ ആരും ചവിട്ടുവേലാത്തടുത്ത് മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് കുരിശ് വരച്ച് 2 സൈഡിലും കയറുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു തടസ്സവും കൂടാതെ എനിക്ക് 27 തന്നെ എനിക്ക് പോകാൻ അമ്മ നീ അനുഗ്രഹിക്കണം. അമ്മ എനിക്കിത് തന്നതാണെങ്കിൽ എനിക്ക് ആ സമയത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ചെന്നു. അപ്പം എൻ്റെ എംപ്ലോയർ പറഞ്ഞു, പ്രിൻസി അതിന് തീരുമാനമായിട്ടില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിത് ഇന്ന് 5 മണിക്ക് മുമ്പ് എനിക്ക് അവർക്ക് കൺഫർമേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു 3:30 ആയപ്പം വീണ്ടും മാതാവിൻ്റെ എണ്ണയും തൈലവും ഒക്കെ ആ ഭിത്തിയിൽ തേച്ചിട്ട് വീണ്ടും ഞാൻ പോയി. വൈകുന്നേരം ആയപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിൻസിക്ക് 25-ാം തീയതി ലാസ്റ്റ് ഡ്യൂട്ടി വർക്കിംഗ് ഡേ ആണ്, അപ്പം എനിക്കൊരു 25-ാം തീയതി എൻ്റെ ഡ്യൂട്ടി ഉണ്ട്, അത് ആരെങ്കിലുമായിട്ട് സ്വാപ്പ് ചെയ്ത് പ്രിൻസിക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അതും മാതാവ് 8 വീക്സ് എന്നുള്ളത് 4 വീക്സ് ആക്കി കുറച്ച്, 4 വീക്സും ഇല്ല 3 വീക്സ് ആക്കി കുറച്ച്, അതും അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതാണ്. UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പം നോർമലി എല്ലാവർക്കും മിനിമം ഒരു 3 അല്ലെങ്കിൽ 4 ടൈംസ് ഒക്കെ എടുത്തു കഴിയുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആദ്യമേ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ബുക്ക് ചെയ്തത് ആഗസ്റ്റിലായിരുന്നു. അപ്പോൾ ചുമ്മാതെ ഇങ്ങനെ ഓടിച്ച് നോക്കി, ഇപ്പോൾ ജൂലൈ ഒരു ഡേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. സാധാരണ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് നമുക്ക് 1 ഇയർ അവിടെ ഓടിക്കാം. അതുപോലെ വണ്ടി എടുത്ത് അവിടെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനെ ജൂലൈയിൽ ഡേറ്റ് കാണുന്നുണ്ട്, ഒരു 3 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തോ, നമുക്കത് നോക്കാം, എന്തായാലും ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തേന് ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ലൈസൻസിന് പോകുമ്പം കാശുരൂപവും വണ്ടിയുടെ മുമ്പിൽ തൈലം തെച്ച് ഞാൻ കുരിശ് വരച്ചു. 2 നമ്പർ പ്ലേറ്റിൻ്റെ 4 ഡോറിൻ്റെ അവിടെയെല്ലാം കുരിശ് വരച്ച് തൈലം തേച്ച് ഞാൻ വിട്ടു. ഹസ്ബൻഡിന് അവർ ഓറലും ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓറലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ഹസ്ബൻഡിന് തേനും ഉപ്പും കൊടുത്ത് ഞാൻ വിട്ടു. കാശുരൂപവും ലോക്കറ്റും കൊടുത്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ മാതാവ് എനിക്ക് അതും നേടിത്തന്നു കേട്ടോ, ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടി, എടി ഞാൻ പാസ്സായെന്ന്. അപ്പം ഇതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ അവിടെ നടക്കത്തില്ല, അമ്മ മാതാവ് അനുഗ്രഹിച്ചതാണ്. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു ചോദിച്ചാലും അമ്മ മാതാവ് എനിക്കത് തരാറുണ്ട്.
അമ്മ മാതാവ് തിരുക്കുമാരനിൽ നിന്ന് എനിക്ക് മേടിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 27 ഇവിടെ 28 കൊന്തയ്ക്ക് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് സിക്ക് ലീവ് ആയപ്പോൾ എനിക്കത് വരാൻ പറ്റിയില്ല. ഞാൻ അമ്മ മാതാവിനോട് അതിന് ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞതായിരുന്നു, മാതാവേ എനിക്ക് 27 എൻ്റെ വിസ ഗ്രാൻഡ് ആയത്. വിസ ഗ്രാൻഡ് ആവുകയാണെങ്കിൽ ഞാൻ എങ്ങനെയായാലും മാതാവേ ഞാനിവിടെ റാലിക്ക് വരാം, എനിക്കൊരു ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് അമ്മ മാതാവേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് സിക്കായിപ്പോൾ എനിക്കത് വരാൻ പറ്റിയില്ല. അതിന് അമ്മ മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനിൽ നിന്ന് അമ്മ മേടിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക. ഇന്ന് ഇന്ന് രാവിലെ സാക്ഷ്യം പറയാൻ വേണ്ടി, കാരണം എനിക്ക് 25 പോകണം. അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം 2 ആഴ്ചത്തെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഒരു 5 ദിവസത്തെ ഇതിനു വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. ഞാൻ രാവിലെ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് ഇറങ്ങി നാത്തൂൻ്റെ അടുത്ത് അവർ വന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ ഞാൻ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സാധനങ്ങൾ അവരങ്ങ് കൊണ്ടുപോയി. ഞാൻ രാവിലെ നേരിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന് കുറേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആയിരിക്കും കൂടുതൽ. എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ അവരെ പരിചരിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി ഞാനൊരു പള്ളിയിൽ ഞാൻ ഒരു റെൻറ്റിന് താമസിച്ചൊരു പള്ളിയിൽ ഒരച്ഛന് ഒരു 4 കുടുംബങ്ങൾക്ക് എല്ലാ മാസവും രോഗികളായിട്ടുള്ള അച്ഛനത് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ആ 4 കുടുംബങ്ങൾക്ക് ഞാൻ മന്ത്ലി ഒരു ഇൻകം ഞാനത് അച്ഛന് അയച്ചു കൊടുക്കാറുണ്ട്. അച്ഛനത് ആവശ്യമുള്ളവർക്കെന്ന രീതിയിൽ അച്ഛനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തരും. അങ്ങനെ പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഈ ഡ്യൂട്ടിയൊക്കെ ആകുമ്പോൾ നൈറ്റൊക്കെ ആകുമ്പോൾ സാധാരണ പിള്ളേരെയും കൂട്ടി ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നൈറ്റിന് 7 മണിക്ക് പോവുകയാണെങ്കിൽ ഞാൻ 6 മണിക്ക് എല്ലാവരോടും കൂട്ടി ഞാൻ കുടുംബ പ്രാർത്ഥന നടത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുക. അതുപോലെ കൊന്ത ചെല്ലുക. എനിക്ക് ഭയങ്കര നേരത്തെ ഞാൻ കൊന്ത ചെല്ലണമെന്ന് ആഗ്രഹിച്ചാലും ഒരു ഡിസ്റ്റർബൻസ് വന്ന ഒരു 2-3 കൊന്തയൊക്കെ ചെല്ലി കഴിയുമ്പോഴത്തേനും അത് മാറി പോകും. പക്ഷേ ഇപ്പോൾ ഞാൻ നടക്കുന്ന വഴിയാണേലും ബസ്സിൽ പോകുന്ന വഴിയാണേലും നമ്മൾ വണ്ടിയിലിരിക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്കൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മൾ ജപമാല എത്തിക്കാൻ എനിക്ക് ഒരു അനുഗ്രഹം മാതാവ് തന്നു. അതുപോലെ ദേഷ്യമൊക്കെ ഉണ്ട്, അതൊത്തിരി മാറിയൊന്നുമില്ല. പക്ഷേ എന്നാലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് പെട്ടെന്ന് അതെനിക്ക് ക്ഷമിച്ചിട്ട് ഞാനത് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവരോടൊത്ത് വീണ്ടും പഴയ രീതിയിൽ തന്നെ ക്ഷമിച്ച് അവരോടൊക്കെ സംസാരിക്കാൻ എനിക്ക് മാതാവ് കഴിവ് തന്നു. അതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഈ ഉടമ്പടിയുടെ അനുഗ്രഹമാണെന്നാണ്. ഇനിയും എനിക്ക് എത്ര നാൾ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇനിയും അമ്മയുടെ അനുഗ്രഹങ്ങളുമായിട്ട് ഞാൻ തിരിച്ചു വരും, ഉറപ്പാണ്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരു കോടി നന്ദി പറയുന്നു.